ഞാനേ ഈ വീഡിയോ ചെയ്യാൻ നേരം ചിന്തിക്കുമായിരുന്നു, ഈ കാണുന്നത് മണിമലയാർ തന്നെ, തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്ന റോഡാണ്. കാരണം ഈ മണിമലയാറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡല്ലാവേ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇത് നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡാണേ. എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചിന്തിച്ച് ആലോചിച്ച് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മണിമലയ്ക്ക് വരുന്ന റൂട്ട് അല്ലെ മൂലപ്ലാവിന് വരുന്ന റൂട്ടാണ്. ഇതൊന്നുമല്ല, ഇത് മൂലപ്ലാവിൻ്റെ അവിടെ നിന്ന് നമ്മുടെ മണിമലയ്ക്ക് പോകുന്ന റൂട്ട്. മണിമല വഴി നമ്മൾ എവിടെ പോകാമെന്ന് ചോദിച്ചാൽ അതൊക്കെ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാവേ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഇതോ ഈ കാണുന്നതാണ് മണിമല പാലം. ഏകദേശം ഇവിടുത്തെ ഭൂമധ്യരേഖ പ്രദേശങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തരാവേ. ഇതിൻ്റെ അടിയിൽ വേറൊരു പാലമുണ്ട്, അതിന് നമ്മൾ സായിപ്പിൻ്റെ പാലം എന്ന് പറയും. പണ്ടത്തെ കാലത്ത് സായിപ്പ് പണിത പാലമാണ്, അതിപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല, സായിപ്പ് പണിതുകൊണ്ട്. ഈ കാണുന്ന ബാങ്കിൻ്റെ ഫ്രണ്ടിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോഴേ മണിമല പ്രദക്ഷിണം കാണാൻ വേണ്ടി ഞങ്ങളിരുന്ന്. കൊള്ളാമല്ലേ, പകൽ വെളിച്ചത്തിൽ കണ്ടപ്പോൾ നല്ല രസം. അന്ന് വൈകുന്നേരമാണ് പോയത്. ഇത് നമ്മുടെ മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയുടെ ഫ്രണ്ട് വശം. ഇവിടുത്തെ പള്ളിയിലെ പ്രദക്ഷിണം അതൊന്നൊന്നര പ്രദക്ഷിണമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ കൂടിയായിരുന്നു, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ പ്രദക്ഷിണത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ പൂജരാജാക്കന്മാരുടെ പള്ളി കേരളത്തിൽ 2, 3, 4 അങ്ങനെ കുറച്ച് പള്ളികളേ ഉള്ളൂ, 3 എൻ്റെ അറിവ്. അതല്ല എങ്കിൽ ആൾക്കാർ തിരുത്തിയേക്കണം കേട്ടോ. അങ്ങനെയുള്ളൊരു പള്ളിയാണ്, പൂജരാജാക്കന്മാരുടെ പേരിലുള്ള പള്ളിയാണ്. ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ പ്രദക്ഷിണം. എനിവേ ബൈ ദ ബൈ, നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് തെന്നിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കരിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇതാണ് കരിക്കാട്ടൂർ. ഇവിടാണ് ഞാൻ +2 പഠിച്ചത്, കരിക്കാട്ടൂർ CCM. അതുകൊണ്ടാണ് എനിക്ക് ഈ റൂട്ടൊക്കെ ഇത്ര കാണാപ്പാടം. ഇതായിരുന്നു. ഈ ജംഗ്ഷനിൽ നിന്ന് മണ്ടലോട്ട് പോകണം കേട്ടോ. നമ്മുടെ സ്കൂളിലോട്ട് പോകണേൽ അങ്ങനെ മണ്ടലോട്ട് കുറേ പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിൽ ചെല്ലും. എനിവേ അങ്ങനെ കരിക്കാട്ടൂരെല്ലാം കഴിഞ്ഞ് ഈ കാണുന്നതാണ് BC ചെറുവള്ളി എസ്റ്റേറ്റ്. എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റിന് മുമ്പുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് എന്നല്ല, ബിലീവേഴ്സ് ചർച്ച് എന്നായിരിക്കണം. കാരണം ചെറുവള്ളി എസ്റ്റേറ്റ് ഇപ്പോൾ അവരുടെ കയ്യിലാണല്ലോ, അവർ പാട്ടത്തിനെടുത്താന്നൊക്കെ പറയപ്പെടുന്നു. എനിവേ വട്ടെവർ ഇറ്റ് ഈസ്. ഈ എസ്റ്റേറ്റിലാണ് നമ്മുടെ നിയുക്ത വിമാനത്താവളം വരാൻ പോകുന്നത് എന്നാണ് കേട്ടുകേൾവിയല്ല, അതിൻ്റെ സർവേ ഒക്കെ എടുത്തു എന്നാണ് പത്രങ്ങളിലൊക്കെ കാണുന്നത്. എൻ്റെ ആകെയുള്ള പ്രതീക്ഷ ഈ ഒരു വിമാനത്താവളമാണ്, ഇവിടെ വരുന്ന വിമാനത്താവളം. ഇവിടെ എയർപോർട്ട് വരുവാണല്ലേ, നമുക്ക് വീട്ടിലോട്ട് പോകാൻ എന്ത് എളുപ്പമുണ്ടല്ലേ, 10-15 മിനിറ്റ് പോരെ വീട്ടിലോട്ട്. വിമാനത്താവളത്തിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ടുമൊക്കെ. ഇനി എന്ന് നടക്കുമോ എന്തോ. പ്രിയപ്പെട്ട മന്ത്രി അല്ലെ നേതാക്കന്മാരെ, നിങ്ങളിത് കാണുവാണെങ്കിൽ ഈ എയർപോർട്ടൊന്ന് പെട്ടെന്നാക്കി തരണേ. ഞങ്ങൾ നെടുമ്പാശ്ശേരി പോയി മടുത്തു. എനിവേ നമ്മൾ പറഞ്ഞു വന്ന അതൊന്നും അല്ലല്ലേ, ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പിന്നെയും തെന്നിമാറുന്നേ. തെന്നിമാറിൽ എനിക്ക് കൊള്ളാം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് വനവും വനാതിർത്തിയും വനാന്തര പ്രദേശങ്ങളും ഒക്കെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ കൂടിക്കോ. നമ്മൾ വനത്തിൽ കൂടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കരിക്കാട്ടൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൊന്തൻപുഴ വഴി പോവാതെ പ്ലാശ്ശേരി കൂടിയിട്ട് നമ്മൾ എരിമേലിക്കുള്ള റൂട്ട് എടുത്തു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിനകത്തൂടെ പോയി. ചെറുവള്ളി എസ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് വനമാണ് കേട്ടോ. പിന്നെ വനത്തിൽ കൂടെയാണ് പോകുന്നത്. കുറേ ദൂരം ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടെ ഉണ്ട്. ഒരു സൈഡ് എസ്റ്റേറ്റ്, ഒരു സൈഡ് വനം. നല്ല ഭംഗിയല്ലേ വനം കാണാൻ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് വനം കേട്ടോ. കഴിഞ്ഞ ജന്മത്തിലെ ഞാനൊരു ആദിവാസി കുട്ടിയായിരുന്നെന്ന് തോന്നുന്നു, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം വനം. ജഗതി പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മൊത്തം വനമാണ്, അതുകൊണ്ട് കുറേ വനമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വനമൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ കുടിക്കും. എൻ്റെ ഈ വീഡിയോ മൊത്തം വനങ്ങൾ മാത്രമേ ഉള്ളൂ. വനങ്ങൾ, മരങ്ങൾ അങ്ങനെ മാത്രം. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഈ പ്ലാച്ചേരി കഴിഞ്ഞ് നമ്മൾ എരുമേലിക്ക് പോകുന്ന ഈ വനത്തിൽ എനിക്ക് ഏറ്റവും ബാഡായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഭയങ്കരമായിട്ട് വേസ്റ്റ് ഇട്ടേക്ക് വന്ന ആൾക്കാർ. അതെന്നാവാ, ഇവിടെ ക്യാമറ കുറവാണോ? പക്ഷെ നമ്മുടെ പൊന്തംപുഴ വനത്തിൽ ഇങ്ങനെ അത്രയും അങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടേ ഇല്ല, കാരണം അവിടെ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. പക്ഷേ ഈ വനം, നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, റോഡിൻ്റെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ പ്ലാസ്റ്റിക് കൂടിനകത്ത് കൊണ്ട് വേസ്റ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മോശമല്ലേ. നമ്മുടെ വനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വത്തല്ലേ, അതിനകത്ത് കൊണ്ട് ഇങ്ങനെ വേസ്റ്റ് ഇടുന്നത് എന്ത് മോശമാണെന്ന് നോക്കി. ഈവൻ ക്യാമറ ഉണ്ടെങ്കിലും ക്യാമറ ഇല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ നമ്മുടെ വനം ഇങ്ങനെ വൃത്തിക്ക് സൂക്ഷിക്കാമെന്ന്. എനിവേ ഞാൻ പറഞ്ഞ് വനം അങ്ങ് കയറിപ്പോയെന്ന് തോന്നുന്നു. ഈ റൂട്ടിൽ കൂടെ നേരെ പോയാൽ കാഞ്ഞിരപ്പള്ളി പോവാം, മുണ്ടക്കയം പോവാം, മെയിനായിട്ട് എരുമേലി പോവാം. നമ്മുടെ അയ്യപ്പന്മാരുടെ ശബരിമല സീസൺ നോക്കി തുടങ്ങി ഈ റൂട്ടിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു സൈഡിൽ കൂടെ പോയാൽ വെച്ചുച്ചിറ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പോലീസൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ അതെന്തോ
എന്തോ ഇപ്പോൾ ഈ സമയത്ത് പോലീസ് ചെക്കിങ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസാദ്യം ശബരിമല നട തുറക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ മലയ്ക്ക് അയ്യപ്പന്മാർ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെക്കിംഗ് ഒക്കെ ഉള്ളത്. എനിവേ നമ്മൾ മലയ്ക്കൊന്നും പോകാല്ലാത്തതുകൊണ്ട് നമ്മളെ ചെക്ക് ചെയ്തില്ല. ബൈ നമ്മൾ എവിടെ പോവാന്ന് പറഞ്ഞില്ലല്ലോ, നമ്മൾ പോവാന്നേ പറഞ്ഞോളൂ അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആദൂർബാനയ്ക്ക് പോവാണ്. അതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുറുമ്പമൂഴി ആണെന്നാണ് എൻ്റെ ഒരു കുറുമ്പമൂഴി അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളായത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലല്ലാതെ എൻ്റെ വീഡിയോ അല്ലാതെ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഈ നാട്ടുപ്രദേശമൊക്കെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ മറന്നുപോയി. നമ്മൾ കുറുമ്പമ്പുഴിക്ക് പോകുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള വനങ്ങളാണ് മൊത്തം. വലുതായിട്ട് വനമല്ലാത്തൊന്നും കാണാനില്ലെന്നേ. 2 സൈഡിൽ കൂടെയും വനം, അതല്ലെങ്കിൽ എസ്റ്റേറ്റ്, അതല്ലെങ്കിൽ റബ്ബർ തോട്ടം, ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല. പക്ഷേ മഴയും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ നല്ല ഭംഗിയാണ്. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മളൊരു ആദൂർമാനയ്ക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി ധൃതിയിലായതുകൊണ്ടാണ്. അതല്ലേ ഇടയ്ക്ക് വണ്ടി നിർത്തി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകേണ്ടതാണ്. ഈ പ്രാവശ്യം നമ്മൾ ഫോട്ടോ എടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ നാട്ടിൽ വരുമ്പം ഇതുവഴിയൊക്കെ പോയി 2 ഫോട്ടോ ഒക്കെ എടുക്കുന്ന, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് സ്ഥലമൊക്കെ നോക്കി പോയി. അതിനിടയ്ക്ക് നമുക്ക് വഴിയും തെറ്റിപ്പോയി. നമ്മുടെ നാട്ടിലെ ഗൂഗിൾ മാപ്പ് ആൻറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ആൻറ്റി നമുക്ക് പൊട്ട വഴി പറഞ്ഞു തരും. പിന്നെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വഴിയായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ചോദിച്ച് പിടിച്ച് നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടെത്തുമെന്നുള്ളതാണ്. ഇത് നമുക്കറിയാവുന്ന വഴിയായതുകൊണ്ടും ഞങ്ങൾ കുറുക്ക് വഴി നോക്കി പോയതാണ്. നമ്മളെ ഗൂഗിൾ മാപ്പ് ആൻറ്റി വഴി തെറ്റിച്ചു. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റി. പിന്നെ നമ്മൾ നമ്മൾ പോകേണ്ട സ്ഥലത്തുനിന്ന് പിന്നെ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയിട്ട് പിന്നെ ഒത്തിരി ബാക്കിലേക്ക് വന്നിട്ടാണ് നമ്മൾ യഥാർത്ഥ സ്ഥലം കണ്ടുപിടിച്ചത് കേട്ടോ. കുരുത്തം കൂടി ഈ സ്ഥലത്തുണ്ടല്ലോ. ഇപ്പോൾ വഴി തെറ്റി നമുക്ക് വഴിയൊന്ന് ആരുടെങ്കിലും അല്ലെ ഏതെങ്കിലും കടയിൽ നിർത്തിയോ മനുഷ്യരോടോ ചോദിക്കാമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനുമില്ല, ഒരു വീടുമില്ല, ഒന്നുമില്ല. മൊത്തം കുറച്ച് വനങ്ങളും മരങ്ങളും മാത്രം. അതിനോട് വഴി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാണെങ്കിലും നമ്മൾ അവസാനം ചോദിച്ച് ഫൈനലി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ചെന്നപ്പോഴത്തേന് ആദൂർബാനയൊക്കെ ഏകദേശം തീരാറായിരുന്നു. എന്നാണെങ്കിലും ഭാഗ്യത്തിന് മൊത്തത്തോടെ തീർന്ന് പള്ളിയിൽ നിന്ന് ആൾക്കാരൊന്നും പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നു. അത് തന്നെ വലിയ ഭാഗ്യം. അങ്ങനെ പള്ളിയിലെ കുർബാനയും ആദൂർബാനയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് ചോദിച്ചാൽ വരുന്ന വഴിക്ക് ഭയങ്കര മഴയും വഴിയും തെറ്റിപ്പോയെന്നൊരു എക്സ്ക്യൂസ് പറയാവുന്നതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. ഇത് ഈ ഒരു പള്ളിയിലായിരുന്നു കേട്ടോ ആദൂർബാന. ഇതേത് പള്ളിയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറുമ്പമൂഴി പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവർ വേണേൽ കമൻറ്റ് ചെയ്തു. ആ പള്ളിയിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ലൊക്കേഷനാണ് ഇത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടം കാണാം, പുഴ കാണാമെന്നൊക്കെ. ഇതല്ലേ ആ പറഞ്ഞ പുഴയാണ് ഇതല്ലോ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, എന്താ രസമല്ലേ. ശരിക്കും അതിൻ്റെ നടുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വേണേൽ ഇവിടെ തുരുത്തം എന്നൊക്കെ നമ്മൾ പറയും. വേണേൽ ഒരു ഐലൻഡ് എന്നൊക്കെ ഒരു ഭംഗിക്ക് പറയാം. ഒരു കുഞ്ഞ് ഐലൻഡ് അല്ലേ, 2 സൈഡിൽ കൂടെയും പുഴ ഇങ്ങനെ വന്ന് ഒഴുകി താഴോട്ട് വലിയ വെള്ളച്ചാട്ടമായിട്ട് പോകുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സ്ഥലമാണ് പെരുന്തേനരുവി. നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ട് കാണും. ഇതൊരു വലിയൊരു പുഴയാണ്. ഇതിൻ്റെ കഥ വേണേൽ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഇതാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഇത് ഇച്ചിരി മുന്നോട്ട് പോയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങോട്ടാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പെരുന്തേനരുവി വെള്ളച്ചാട്ടം കേട്ടോ. എന്നാ ഭംഗിയാണെന്ന് പറയുക കാണാനായിട്ട്. ഇതിൻ്റെ ഇവിടെ ഒരു കുഞ്ഞൊരു റിസോർട്ട് പോലെ ഉണ്ട് കേട്ടോ. അവിടെ വേണേൽ 1-2 ദിവസം വന്ന് താമസിക്കാം. അവിടെ റൂമൊക്കെ കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വേണേൽ സ്റ്റേ ചെയ്യാം. ഇനി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോയത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദൂർബാനയ്ക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്ന്, ഇവിടെ പോയി താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ പെരുന്തേനരുവി എന്ന് പറയുന്നത് ഈ വാട്ടർഫോൾസ് ശരിക്കും എനിക്കൊന്ന് പമ്പ നദിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വെച്ചിച്ചിറ പഞ്ചായത്ത് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ പണ്ട് നേരത്തെ വിചാരിച്ചിരുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലക്കാരെ കേൾക്കണ്ട, അവർ കുനിച്ച് നിർത്തി കൂമ്പിനടിക്കും. പക്ഷേ ഇത് കോട്ടയത്തല്ല, പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. പത്തനംതിട്ട ജില്ലക്കാരുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു കുഞ്ഞ് ഡാമൊക്കെ ഉണ്ട് കേട്ടോ. പെരുന്തേനരുവി ഡാം എന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞ് ഡാമൊക്കെ ഉണ്ട്. ഇതുണ്ടോ അതിൻ്റെ മണ്ടയിൽ അവിടുന്ന് വെള്ളം വരുന്നതൊക്കെ നമുക്ക് ദൂരെ നിന്നാൽ കാണാം. നല്ല ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇവിടെ നിന്ന് നമുക്ക് പോകാനേ തോന്നില്ല. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് വലിയ ഭംഗിയുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വെള്ളമുണ്ട് പുഴയിൽ, പക്ഷേ മഴക്കാലത്ത് ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. നല്ല വെള്ളച്ചാട്ടമാണ്. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പുഴയിലിറങ്ങിയാൽ പ്രത്യേകിച്ച് ഈ ഭാഗത്ത്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭാഗത്ത്
ആൾക്കാരെ ഇറക്കാറില്ല. അവിടെയൊക്കെ ബോർഡുണ്ട് ഇറങ്ങരുതെന്ന്. ഇറങ്ങിയ ദൈവാനുഗ്രഹിച്ച് തിരിച്ച് കയറേണ്ടിയും വരത്തില്ല. കാരണം ഭയങ്കര അള്ളുള്ള പുഴ ഈ പെരുന്തേനരുവി എന്ന് പറയുന്നത്. ഈ ഒരു പുഴ ഇത് പമ്പാ നദി കേട്ടോ. ഈ പുഴ ഇതുണ്ട് മൊത്തം ഭയങ്കര പാറക്കെട്ടുകൾ. ആ വെള്ളത്തിൽ പോയാൽ തിരിച്ചു കയറത്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറയുന്നത് മാത്രമല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പുഴയിൽ എത്ര പേര് പോയി മരിച്ചിട്ടുണ്ടെന്ന്. നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നിങ്ങളാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡുണ്ട്. ജില്ലാ കളക്ടറുടെ ഒക്കെ ബോർഡുണ്ട്. മുന്നറിയിപ്പ് സൈനുണ്ട് പുഴയെ ചാടരുന്ന്. നമുക്ക് ആ ഏരിയയിലുള്ളവർക്കറിയാം. നമുക്കൊക്കെ വെള്ളം കാണുമ്പോൾ പെട്ടെന്ന് പോയി ചാടാനൊക്കെ തോന്നുമെങ്കിലും ഈ പുഴ ഈ ഒരു ഭാഗം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടെ ചാടിയവരെ ആരെയും ഇതുവരെ ജീവനോടെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് സാടി ചരിത്രം ഈ പുഴയുടെ. പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ പുഴ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണേലും അറിയാൻ മേലാത്ത പോയി ഈ പുഴയുടെ അപ്പുറത്തെ സൈഡ് വനം കേട്ടോ. നമ്മുടെ ശബരിമല വനം തന്നെയാണ് അപ്പുറത്തെ സൈഡ്. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പെരുന്തേനരുവി വാട്ടർഫോൾസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഗൂഗിളിൽ. അപ്പോൾ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് കണ്ടിട്ട് വരാം. വെള്ളത്തിൽ ചാടണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരി, എന്നാൽ പോയച്ചും വരാം.